ഡോണ നിന്നെ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചോടി? നിനക്കൊന്നും എടുക്കാൻ പാടില്ല ഫോണെന്ന്. ഞാൻ ഇപ്പൊ പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ അങ്ങ് വന്ന് ഇരുന്നേ ഉള്ളൂ. അല്ല ഫോൺ ബെല്ലടിക്കുന്ന കേൾക്കാതെ എന്നെ പണിയിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല നിനക്ക്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതുപോലെ ഞാൻ പണ്ട് നിങ്ങളോട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വട്ടാണ്, എനിക്ക് പൊസസീവ്നെസ് ആണ്, ഒരു മനുഷ്യന് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുത്തില്ല, അപ്പൊ ഒരു പണിക്ക് പോയാൽ തിരിച്ച് ഇങ്ങോട്ട് വരില്ലേ, എന്തൊക്കെ ക്വസ്റ്റൻ ആയിരുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എനിക്കും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യട്ടെ. പിള്ളേരുടെ കാര്യമുണ്ട്, തുണി ഇറക്കാനുണ്ട്, മടക്കാനുണ്ട്, കഞ്ഞി വെക്കാനുണ്ട്, കറി വെക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്നില്ല. അപ്പൊ നിങ്ങളും അങ്ങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്നാ പറ്റിയത്? പണ്ടൊക്കെ അതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. അന്നൊക്കെ ഞാൻ നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് തലയ്ക്ക് സുഖമില്ല, ഏത് സമയം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, ഞാൻ എന്നാ കുഞ്ഞിക്കൊച്ചാണോ എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചോണ്ടിരുന്നല്ലേ അല്ലേ? അതാണ് പെണ്ണുങ്ങളെല്ലാം അങ്ങനെ തന്നെ. അന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ചായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിലാവും. അപ്പൊ അവർ പുറത്തു പോയപ്പോ അവര് കഴിച്ചോ എന്നെ എടുക്കുവോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഒരു കെയറിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വലിയ ശല്യമായി പോയി. ഇപ്പൊ ഞാനോ എനിക്ക് എന്റെ കാര്യങ്ങളും ഇഷ്ടംപോലെ കിടക്കും. അപ്പൊ നിങ്ങൾ വന്നിട്ട് ഫോൺ വിളിച്ചു എടുക്കാത്ത അതെന്ത് ഇതെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല. എന്തിനാ മനമേ, എനിക്ക് 100 കൂടെ കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോ അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക്. നിനക്കിപ്പോഴേ 3 പിള്ളേരുണ്ട്. അപ്പൊ ഞാനെങ്ങും പോകില്ല എന്നുള്ള ഉറപ്പാണല്ലോ നീ ഇപ്പൊ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പെങ്ങോട് പോകാൻ അല്ലെങ്കിൽ ഒന്ന് പോയിട്ട് വാങ്ങിച്ചു.